ഹേ ഗായ്സ്, അങ്ങനെ വീണ്ടും ട്രെയിലർ തോട്ട്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കാന്താര ചാപ്റ്റർ 1. അതായത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കാന്താര ചാപ്റ്റർ 1 ആണ്. അതായത് ഇതിനു മുമ്പ് 2022 ഇറങ്ങിയത് കാന്താര ചാപ്റ്റർ 2 ആണ്. അതായത് ഇതിന്റെ പ്രീക്വൽ ആണ് ഇപ്പോൾ ഇനി 25 കാണാൻ പോകുന്നത്. സോ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ടു ഗൈസ്. കണ്ടപ്പോൾ ട്രെയിലറിന്റെ അഭിപ്രായമായിട്ടാണ് വന്നിരിക്കുന്നത്. ട്രെയിലർ കണ്ടിട്ട് ഞാൻ എന്നോട് പറയാൻ പോകുന്നത്. സോ ട്രെയിലറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വിഷ്വലി ട്രെയിലർ നെക്സ്റ്റ് ലെവൽ ആയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഗംഭീര വിഷ്വൽസ് ഒക്കെ ഉണ്ട്. ഒരു ക്വാളിറ്റി ഐറ്റം ആണ് ഇവരൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് തോന്നുന്നുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ. അതൊരു പ്രോമിസ് ചെയ്യുന്നുണ്ട് ട്രെയിലർ. പിന്നെ മ്യൂസിക് ആയാലും മ്യൂസിക് അജ്നേഷ് ലോക്നാഥാണ്. പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മ്യൂസിക്കിലായാലും. അതായത് ഒരു ഫ്ലോക്ക് ലോഡ് അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു പഴയ കാലഘട്ടത്തിന് ഒരു നല്ലതായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ വിഷ്വൽ ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടത് നമ്മുടെ അരവിന്ദ് കശ്യപ് ആണ്. പുള്ളിയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. പുള്ളിക്കാണ് ഈ വിഷ്വൽ ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടത്. അതായത് പുള്ളി ടോപ്പ് നാച്ച് വിഷ്വൽസ് ഒക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ ഇപ്പൊ കണ്ടത് അങ്ങനെ ആയതുകൊണ്ട് സിനിമയിൽ ബാക്കി പിന്നെ വരാം. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ടുണ്ട്. വിഷ്വൽസ് ഒക്കെ കിടിലനായിട്ടുണ്ട്. ഒരു കിടിലൻ ക്വാളിറ്റി ഉണ്ട് വിഷ്വൽസിലൊക്കെ. ട്രെയിലറിൽ തന്നെ ഈച്ച് ഫ്രെയിംസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു ഗംഭീര ഫ്രെയിംസ് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നന്നായിട്ട് ഇരിക്കും തോന്നുന്നുണ്ട്. പിന്നെ മ്യൂസിക്കിലായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നന്നായിട്ടുണ്ടായി. കാന്താര ചാപ്റ്റർ 2 ഉണ്ടായിരുന്നു, അതായത് 22 ഇറങ്ങിയ ആ സിനിമയിൽ ഉണ്ടായിരുന്ന അതേ രീതിയിലുള്ള നല്ല ഒരു കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ പറയേണ്ടത് സിനിമയില്, അതായത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ഋഷഭ് ഷെട്ടിയാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഋഷഭ് ഷെട്ടി. പിന്നെ സിനിമയില് ജയറാം ഏട്ടനുണ്ട്. പിന്നെ രുക്മിണി വസന്ത് ആണ് ഫീമെയിൽ ലീഡായിട്ട്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, അതായത് മുമ്പുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് ഈ സിനിമയില്. പിന്നെ പറയണെങ്കിൽ അതായത് ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ഈ സിനിമ സംസാരിക്കുന്നത് ഒരു പഴയ കാലഘട്ടം, അതായത് ഒരുപാട് വർഷങ്ങൾ പഴയ കാലഘട്ടത്തിനാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് ഒരു രാജാക്കന്മാർ അത് ഇതൊക്കെ സ്റ്റോറീസ് ഉണ്ടാവാം, ആ ടൈപ്പിലുള്ള. പക്ഷെ ഒരുക്കിയിരിക്കുന്ന പിന്നെ പറയാൻ വിട്ടുപോയത് സെറ്റ് വർക്ക്സ് ആണ്. ഇവർ ഒരുക്കിയിരിക്കുന്ന സെറ്റ് വർക്ക്സ് ഗംഭീരമായിട്ടുണ്ട്. ഒരു ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കിടിലം വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ടുണ്ട്. ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട്, അങ്ങനെ പ്രതീക്ഷിക്കും. പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്, അതായത് ട്രെയിലർ കട്ട്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് സുരേഷ് മുല്ലയാണ്. പുള്ളിയുടെ കട്ട്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു ഡീപ്പായിട്ട് സ്റ്റോറിയിലോട്ട് പോവാതെ ഒരു ഷോർട്ട് കട്ടായിട്ട് നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ട്രെയിലർ. ഒന്നും മനസ്സിലാവാതെ പോലെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് ട്രെയിലർ. പിന്നെ 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 ട്രെയിലർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വിഷ്വലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിഷ്വലി ട്രെയിലർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതായത് ഒരുപാട് ഹോപ്സോ ഒരു എക്സ്പെക്ടേഷനോ ഒന്നും വെച്ചിട്ട് പോകുന്നില്ല. എന്താ പറഞ്ഞാൽ ചിലപ്പോ ഓവർ ഹൈപ്പൊക്കെ നമ്മളെ നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് ഹൈപ്പൊന്നും വെക്കുന്നില്ല. അതായത് കാന്താര ചാപ്റ്റർ 2, അതായത് 2022 ഇറങ്ങിയ കാന്താര അതായത് നോർമലായിട്ട് പോയി ഒരു സിനിമ ട്രെയിലർ കണ്ടിട്ട് പോയി കണ്ടു. എന്നിട്ട് ഇഷ്ടപ്പെട്ട അതേ രീതിയിൽ ഈ സിനിമ കൂടി കാണാൻ ശ്രമിക്കാം. അല്ലാതെ ഓവർ ഹൈപ്പൊന്നും ഇല്ല, അത് അങ്ങനെ ഇങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ട് പോയിട്ട് കണ്ടാൽ ചിലപ്പോൾ ഡിസപ്പോയിന്റ്മെന്റ് ആവാം. പിന്നെ ഡയറക്റ്റ് ഒന്നും എക്സ്പെക്ടേഷൻ ഇല്ലാതെ നേരെ പോയിട്ട് സിനിമ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ മതി. അങ്ങനെ അതാണ് ബെസ്റ്റ്. അല്ലാതെ ഓവർ ഹൈപ്പൊക്കെ നേരിട്ട് ചിലപ്പോ പാളാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് ഹൈപ്പൊന്നുമില്ല. ഒരു നല്ല കഥ ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് ഗൈസ്. വേറെ ഒന്നും പറയാനൊന്നുമില്ല, ഒരു പ്രതീക്ഷ, ജസ്റ്റ് ഹോപ്പ്. അതായത് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല കൂടുതലായിട്ട്. സിനിമ കാണാം. അതായത് സിനിമ ഒക്ടോബർ 2 ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ ആയതുകൊണ്ട് സിനിമ കണ്ടിട്ട് ബാക്കി പറയാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി അടുത്ത വീഡിയോയിൽ കേട്ടാം ഗൈസ്. ബൈ.